പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന രോഗമാണ് വയറിളക്കം. 40% വയറിളക്കവും വൈറസ് ബാധ മൂലമാണ് ഉണ്ടാകുന്നത്. ഈക്കോളി, സാൽമോണല്ല, വിബ്രിയോ കോളറ തുടങ്ങിയ ചില ഫംഗസുകളും വയറിളക്കത്തിന് കാരണമാകാറുണ്ട്. വയറിളക്കം മൂലം ശരീരത്തിൽ നിന്ന് പോഷകാംശവും ജലവും ധാതുലവണങ്ങളും നഷ്ടമാകും. ഇത് ശരീരത്തെ സാരമായി ബാധിക്കുകയും തളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. നിർജ്ജലീകരണം മൂലം ബോധക്ഷയവും ഉണ്ടാകാം. നഷ്ടപ്പെടുന്ന ജലവും ധാതുലവണങ്ങളും വീണ്ടെടുക്കുക എന്നതാണ് വയറിളക്കത്തിനുള്ള ചികിത്സയുടെ ആദ്യപടി. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കുക എന്നതാണ് വയറിളക്കം പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം. വയറിളക്കം പ്രതിരോധിക്കാനുള്ള ഹോമിയോ ചികിത്സയാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കൊടുങ്ങല്ലൂരിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ NA നസറുള്ളയാണ്. ഡോക്ടർ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. വയറിളക്ക രോഗങ്ങളെ പറ്റിയാണ് ഇന്ന് മൈ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. എന്താണ് ശരിക്കും വയറിളക്ക രോഗം? അതിന് മരണത്തിലേക്ക് എത്താവുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ വയറിളക്കത്തിന്? വയറിളക്കം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3 പ്രാവശ്യമോ അതിൽ കൂടുതലോ ലൂസായി ആ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനെ വയറിളക്കം എന്ന് പറയും. വയറിളക്കം മരണത്തിന് ഹേതുവാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്തിൽ നടക്കുന്ന മരണങ്ങളുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന് 2ാം സ്ഥാനത്താണ് വയറിളക്കം രോഗം നിൽക്കുന്നത്. ഏകദേശം 7,60,000 കുട്ടികൾ ലോകത്ത് ഒരു വർഷം വയറിളക്ക രോഗം കൊണ്ട് മരണപ്പെടുന്നു. മൊത്തം മരണത്തിന്റെ സംഖ്യ 16 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്ക് വരും. മുതിർന്നവരിലും കുട്ടികളുമായി മരണപ്പെടുന്നവരുടെ എണ്ണം ഏകദേശം ലോകത്ത് 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ് മരണത്തിന്റെ ഹേതുവായി മാറുന്നത്. ഇതിന് എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ, എന്തെങ്കിലും ചികിത്സാ രീതികൾ ഹോമിയോയിലുണ്ട്? ചികിത്സനേക്കാളും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഒരു വയറിളക്കം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് സംഭവിക്കുന്നത് പ്രധാനമായും അയാളുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടും. ജലാംശത്തിൽ കൂടെ തന്നെ നഷ്ടപ്പെടുന്ന മുഖേന ഇലക്ട്രോ ഇംബാലൻസ് വരും. ഇലക്ട്രോലൈറ്റ്സിന്റെ നഷ്ടം കൊണ്ട് ഇംബാലൻസ് വരും. ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ് ഇത് രണ്ടും സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വയറിളക്കം കൊണ്ടുണ്ടാകുന്ന മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ നിർജ്ജലീകരണം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? അതിനുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും? നിർജ്ജലീകരണം വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിയായാലും വലിയവരായാണെങ്കിലും ആ കുട്ടി വളരെയധികം തളർച്ച കാണിക്കും. കുട്ടിയായാലും വലിയവരായാലും തളർച്ച കാണിക്കും. അതോടൊപ്പം തന്നെ ശക്തമായ ദാഹം, വായ വരണ്ടിരിക്കുക, ദാഹം കാണിക്കുക, കണ്ണുകൾ കുഴിഞ്ഞിരിക്കുക, സ്കിൻ ഉണങ്ങി വരണ്ടിരിക്കുക. സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മൾ സ്കിന്നിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ സ്കിൻ വലിഞ്ഞു നിൽക്കുകയും വിട്ടു കഴിഞ്ഞാൽ ഉടനെ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. നിർജ്ജലീകരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് പോകാൻ താമസിക്കും. അത് കൂടുതലായി കഴിഞ്ഞാൽ അയാൾക്ക് ബോധക്ഷയവും BP ഫാളും ഇലക്ട്രോലൈറ്റ്സിന്റെ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയുടെ കുറവ് കൊണ്ട് രോഗി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവുകയും ചിലപ്പോൾ കിഡ്നി തന്നെ പ്രവർത്തനം നിലച്ചു പോകുന്ന അവസ്ഥയിൽ രോഗിയുടെ മരണത്തിലേക്ക് തന്നെ കാരണമായി മാറാറുണ്ട്. ഈ ORS എന്താണ് നിർജ്ജലീകരണത്തിൽ? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ORS എന്ന് വെച്ചാൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്ക് ആയാലും നിർജ്ജലീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ, വയറ്റിളക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പകരം കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ അത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിന്നും ആസ്പത്രികളിൽ നിന്നും ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും പൊതുവെ മൊത്തത്തിൽ തന്നെ നമുക്ക് ORSന്റെ സൊല്യൂഷൻ കിട്ടുമെങ്കിലും അതിന്റെ ഒരു പൊടി കെട്ടി വെള്ളത്തിൽ കലക്കി കൊടുക്കാവുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇത് അത്യാവശ്യ ഘട്ടം ചിലപ്പോൾ രാത്രിയോ അല്ലെങ്കിൽ വീട്ടിൽ ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ORS ലായനി സ്വന്തം തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിനു വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 4 സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 നുള്ള് സോഡാപ്പൊടി ഇത്രം ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ അത് ഒരു ORS ലായനിയായി. ഈ വയറ്റിൽ നിന്ന് എത്രമാത്രം പോകുന്നോ അത്രം തന്നെ വായിലൂടെ ഈ ORS ലായനി രോഗിയുടെ വയറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ രോഗിക്ക് നിർജ്ജലീകരണം കൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ തടഞ്ഞു നിർത്തി രോഗിയെ മരണത്തിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ആരാണ്? ഹലോ, ബഹറിനാണ്, ഷാജിയാണ്. ചോദിച്ചോളൂ. ഹലോ 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 സാറേ, എനിക്ക് 37 വയസ്സായി.
എനിക്ക് പിന്നെ സ്ഥിരമായിരിങ്ങനെ വയറ്റിലിങ്ങനെ ജ്യൂസായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. 3-4 തവണ ഇങ്ങനെ പോകുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് അറിയുന്നത്. എത്ര നാളായി അങ്ങനെ തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 8 മാസം പോലെ. 8 മാസത്തോളായി. എത്ര വയസ്സുണ്ട് ഇപ്പൊ? ഇപ്പൊ എത്ര വയസ്സായി? 37 വയസ്സായി. 37 വയസ്സ്. ഇത് ഡോക്ടറെ കാണിച്ച് വല്ല ടെസ്റ്റ് നടത്തി എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ചെയ്തോ? 8 മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയാം. വയറ്റിളക്കം സാധാരണഗതിയിൽ 2 ആഴ്ച കൊണ്ട് മാറിപ്പോകുന്ന വയറ്റിളക്കത്തിന് അക്യൂട്ട് ഡയറിയ എന്ന് പറയും. 2 ആഴ്ചക്കും 4 ആഴ്ചക്കും ഇടക്ക് നിൽക്കുന്ന വയറ്റിളക്കത്തിന് ക്രോണിക് അക്യൂട്ട് പെർസിസ്റ്റന്റ് ഡയറിയ എന്ന് പറയും. 4 ആഴ്ചയിലും കൂടുതൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ അദ്ദേഹത്തിന് 8 മാസമായി എന്ന് പറയുന്നു, അതിനെ ക്രോണിക് ഡയറിയ എന്നാണ് തരംതിരിച്ചിരിക്കുന്നത്. ക്രോണിക് ഡയറിയയിൽ വരുന്ന കുറെ അനവധി രോഗങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സീലിയാക് ഡിസീസ്, അതായത് സ്പ്രൂ എന്ന പേരിൽ അറിയപ്പെടുന്ന സീലിയാക് ഡിസീസ്. സീലിയാക് ഡയറിയയുടെ പ്രധാന കാരണം പ്രോട്ടീൻ ഇൻഡൈജഷനാണ്. അതായത് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ആണ് അദ്ദേഹം ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് വീറ്റ്, ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി, പൊറോട്ട, മറ്റേ ഓട്സ്, റവ ഇത്യാദി ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അയാൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മാറിക്കിട്ടും. പക്ഷെ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കൽ പോലും അല്പമെങ്കിലും കഴിച്ചു നോക്കാൻ ശ്രമിക്കരുത്. അതിൽ തന്നെ റാഗിയും ഒഴിവാക്കേണ്ടതുണ്ട്, ബാർലിയും ഒഴിവാക്കണം. ഇപ്പൊ ആൽക്കഹോൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ബിയർ മുതലായി ഉപയോഗിക്കുന്ന ആളാണെങ്കിലും അതും ഇതിനൊരു കാരണമാവും. പിന്നെ ക്രോണിക് ഡയറിയ, 8 മാസം നിന്ന ഡയറിയ എന്ന് പറയുമ്പോൾ മറ്റൊരു കാരണം ഈ സീലിയാക് ഡിസീസ് കൂടാതെ വരുന്ന മറ്റൊന്നാണ് ഈ IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രോൺസ് ഡിസീസ്. ഇതെല്ലാം ഈ ലോങ് ഡ്യൂറേഷൻ, അതായത് ക്രോണിക് ഡയറിയയിൽ വരും. ഇത് അദ്ദേഹം ഏതാണെന്ന് കണ്ടുപിടിച്ച് വേണം അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചിലവർക്ക് ഈ നമ്മുടെ ഇപ്പോൾ IBS പറഞ്ഞാലൊക്കെ അതിൽ പറയാവുന്ന IBS തന്നെ പലതരമുണ്ട്. IBS B ഉണ്ട്, IBS D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഡയറിയ. IBS C ഉണ്ട്, IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം കോൺസ്റ്റിപ്പേഷൻ. IBS A പിന്നെ D ആൻഡ് C ഉണ്ട്, അതായത് ഡയറിയും കോൺസ്റ്റിപ്പേഷനും ആൾട്ടർനേറ്റ് ചെയ്ത് വരും. വേറൊരു IBS ആണ് IBS പോസ്റ്റ് ഇൻഫെക്റ്റീവ്. ഒരു ഇൻഫെക്റ്റീവ് ഡിസീസ് വന്നതിന് ശേഷം, ഇപ്പോൾ ചില മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടായ ഇൻഫെക്ഷന് ശേഷം കുറേ അധികം വർഷങ്ങളോളം മാറാതെ നിൽക്കുന്ന ഡയറിയൊക്കെ IBS IP എന്ന് പറയും. ഒരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടർ ഉണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എനിക്ക് എന്റെ ഓൾ ദ ബൗൾസ് ഉണ്ടല്ലോ, ചില ദിവസം ഭയങ്കര സ്ട്രക്ക് ആയിരിക്കും, ചില ദിവസം അത് കണ്ടമാനം ലൂസായിട്ട് പോകും. അതേമാതിരി തന്നെ ഇത് വരുമ്പോ, ഈ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോ എന്റെ ബാക്ക് സൈഡിലുള്ള ഷോൾഡറിൽ നിന്ന് ഭയങ്കര പെയിൻ ആയിരിക്കും. ഷോൾഡറിൽ നിന്നോ? പടൻ ഷോൾഡറിൽ നിന്ന്, ആ ഷോൾഡറിന് തലേന്ന് താഴത്തേക്ക് ഭയങ്കര വേദനയും അതിനൊപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻ നിൽക്കുകയും ചെയ്യും. എന്ത് പ്രായമുണ്ട് കുട്ടിക്ക്? എനിക്ക് 45 വയസ്സായിപ്പോ. കുട്ടിക്കല്ല അസുഖം? എനിക്കാണ്. അതെ. ശരി. അപ്പൊ അത്ര സ്ട്രെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പരിശോധന നടത്തണം. ഒന്ന് കോളനോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിലൂടെയുള്ള പരിശോധന നടത്തി ഈ മലഭാഗത്ത് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ചിലപ്പോ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുള്ളൂ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ അല്ല എന്റെ പ്രശ്നം. അപ്പൊ എനിക്ക് തലയുടെ താഴത്തുനിന്നുള്ള ഷോൾഡർ ഭാഗത്തുണ്ടല്ലോ, ഷോൾഡർ ഭാഗത്ത് ഭയങ്കര ഹെവി സ്ട്രെസ്സിങ് ആയിരിക്കും അവിടെ. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഡയറിയ ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ വളരെ ശക്തമായ സ്ട്രെയിൻ ചെയ്തിട്ട് ഈ മലം കളയാൻ ശ്രമിക്കും. അങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിന്റെ മറ്റു മസിലുകളും കൂടെ കൂടുതൽ സ്ട്രെച്ചഡ് ആവും, അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ മറ്റു മസിൽ ഭാഗത്ത് പെയിൻ വരും. അതല്ലാതെ ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് വേറൊരു ഷോൾഡർ ഏരിയയിലേക്ക് പെയിൻ വരാനുള്ള കാരണമൊന്നും കാണുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു തടസ്സം ഉണ്ടായത് കൊണ്ടായിരിക്കാം അത്ര സ്ട്രെയിൻ ചെയ്ത്
ഡിഫിക്കേഷൻ നടത്തുന്നത്, അതായത് മലശോധന ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോളനോസ്കോപ്പി നടത്തി മലദ്വാരത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ രക്തത്തിൽ എന്തെങ്കിലും വളർച്ച ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഇതിനായിട്ട് നേരിട്ട് കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ഷോൾഡർ പെയിൻ വരുന്ന പ്രത്യേക ഒരു അസുഖം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇതേതായാലും കോളനോസ്കോപ്പിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മാത്രമല്ല, ഒരു ആൾട്ടർനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ വരുമ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു പറഞ്ഞു, IBS CD എന്ന് പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ, IBS CD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷനിലും അതും ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഡയറിയും കോൺസ്റ്റിപ്പേഷൻ മാറി മാറി വരുന്നത്. ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ 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 ഇത് ഞാൻ 8th പഠിക്കുന്നത്. എന്റെ പേര് അജ്മൽ എന്നാണ്. എനിക്ക് നൊയമ്പുണ്ട്. ഇത് എനിക്കാണെങ്കിൽ ഞാൻ നൊയമ്പ് മുറിച്ചു കഴിഞ്ഞിട്ട് ഈ കണവയില്ലേ, നോമ്പ് മുറിച്ചു കഴിഞ്ഞിട്ട് കണവ ഫിഷ് ഓക്കെ കണവ കഴിച്ചപ്പം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പം എന്റെ വയറ്റിന് ഒരു അസ്വസ്ഥത തുടങ്ങി. അത് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് ലൂസ് മോഷൻ തുടങ്ങി. മനസ്സിലായി. അപ്പോഴിത് ഹോമിയോപ്പതിക്കിലാണ് കൊണ്ട് കാണിച്ചത്. അവര് പറഞ്ഞു ഇത് വയറ്റിന് പിടിച്ചില്ലെന്നാണ്. അപ്പോൾ അത് പേടിക്കുന്നുണ്ടോ? അല്ല, പേടിക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാം മോളെ. അത് നിങ്ങൾ കണവാന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്ന ഷെൽഫിഷ് ആയിരിക്കുള്ളൂ. ഒരു കൂന്തൾ എന്നൊക്കെ നിങ്ങളുടെ ഭാഗത്ത് പറയും. ആ ഫിഷ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇത് വളരെ ഫാറ്റി ആയിട്ടുള്ള ഫുഡാണ്. ഡൈജസ്റ്റ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ളതാണ്. നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 15 മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ്. ഒരു ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ നോയമ്പെടുത്ത് അത്ര നേരം സ്റ്റൊമക്കിന് പരിപൂർണ വിശ്രമം കിട്ടി വയറ്റിലുണ്ടായിരുന്ന എല്ലാ ഭക്ഷണങ്ങളും സ്റ്റൊമക്കിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞ് നല്ല വിശ്രമം കിട്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫാറ്റി ആയിട്ടുള്ള ഷെൽഫിഷ് കണവ കഴിച്ചപ്പോൾ വയറിന് പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. കുറെ നേരത്തെ റെസ്റ്റിനുണ്ട്. എപ്പോഴും ലൈറ്റ് ഫുഡാണ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കേണ്ടത്. ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്. ഇനി ഇതിന് തന്നെ ഹോമിയോപ്പതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻ പറയുന്നുണ്ട്. വളരെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. കാരണം ഈ ഷെൽഫിഷ് ഡയേറിയ ആഫ്റ്റർ ഷെൽഫിഷ് തൂജ എന്ന് പറയുന്ന തൂജ ഓക്സിഡന്റാലിസ് എന്ന് പറയുന്ന മരുന്ന് 30th പൊട്ടൻസി ഒരു അരമണിക്കൂർ ഡയറിയുടെ സിവിയറിറ്റി അനുസരിച്ച് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഇടവിട്ടുള്ള സമയത്ത് കഴിക്കുകയാണെങ്കിൽ 3-4 ഡോസ് കൊണ്ട് കംപ്ലീറ്റ് മാറിപ്പോകാവുന്ന ഒരു കണ്ടീഷനാണ്. അത് പേടിക്കാനൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ നോമ്പ് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാസ്റ്റിംഗ് കഴിഞ്ഞാൽ, നോമ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത്. ഇന്ന് നമ്മളുടെ ഈ ജീവിത ശൈലിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ വളരെ ജങ്ക് ഫുഡ്സ് ഒക്കെയാണ് നമ്മൾ നിരത്തി വെച്ചിട്ട് കഴിക്കുന്നത്. പള്ളികളിൽ പോലും ജങ്ക് ഫുഡ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ പൊറോട്ടയും ഇറച്ചിയും പത്തിരി ഇറച്ചിയും ഇതെല്ലാം നമ്മൾക്ക് വളരെ സാവധാനം കഴിക്കേണ്ടതാണ്. നമ്മൾ ഒരു മാസം 11 മാസം ഇറച്ചിയും മീനൊക്കെ കഴിച്ച് കഴിയുന്ന ഒരാള് 1 മാസം വ്രതം എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഒരു ലൈറ്റ് ഫുഡാണ് കഴിക്കണമെങ്കിൽ നമ്മൾക്ക് പിന്നെ നോമ്പിന്റെ പരിശുദ്ധിയും പവിത്രതയും കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ആരോഗ്യമോടെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ നോയമ്പ് കാലം.